box contains 10 bulbs, 4 of which are defective. If 3 of the bulbs are drawn randomly without replacement, what is the probability that all 3 bulbs are defective? Option A, 8 by 10. Option B, 8 by 4. Option C, 4 by 10. And option D, 1 by 30. എല്ലാവരും ആൻസർ പോസ്റ്റ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന്റെ അകത്ത് 10 ബൾബുകൾ ഉണ്ട്. ഈ 10 ബൾബില് 4 എണ്ണം ഡിഫക്റ്റീവ് ആണ്. If 3 of the bulbs are drawn randomly without replacement, what is the probability that all 3 bulbs are defective? നമുക്ക് മൊത്തം എത്ര ബൾബ് ഉണ്ട്? 10 ബൾബ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ബൾബുകൾ ഉണ്ട്. അതിൽ 4 എണ്ണം ഡിഫക്റ്റീവ് ആണ്. സി, ഞാനിപ്പോ ഇവിടെ ഡിഫക്റ്റീവ് ആയതിനെ ഒന്ന് സർക്കിൾ ചെയ്യാണ്. 1, 2, 3, 4 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് 4 എണ്ണം റാൻഡം ആയിട്ട് എടുത്തേ ഉള്ളൂ. 3 of the bulbs are drawn randomly without replacement. അതായത് വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും ഉണ്ട്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വരുമ്പോൾ ഒരു ബൾബ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ടോട്ടൽ കൗണ്ട് 10 എണ്ണാണ്. ഇതിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു ബൾബ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ട് കുറയും. പിന്നീട് അത് 9ൽ നിന്നേ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെയും അതിന്റെ അകത്ത് നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ 8 എണ്ണേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബൾബ് എടുക്കുന്നു, പിന്നെ അതിന് പകരം ഒന്നെങ്കിൽ നല്ല ബൾബ് അല്ലെങ്കിൽ ചീത്ത ബൾബ് വെക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൗണ്ട് കുറയില്ല. കാരണം ഞാൻ എടുക്കുന്നതിനനുസരിച്ച് അവിടെ തിരിച്ചു വെക്കുന്നുണ്ടല്ലോ. സോ അവിടെ കൗണ്ട് കുറയില്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിന്റെ കേസിൽ എങ്ങനെയാകും? അവിടെ കൗണ്ട് കുറയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 3 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്? അപ്പൊ ഇവിടെ മൊത്തം ഡിഫക്റ്റീവ് ആയിട്ടുള്ള എത്ര ബൾബുകൾ ഉണ്ട്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള എത്ര ബൾബുകൾ ഉണ്ട്? വി നോ ദാറ്റ് 4 എണ്ണാണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബ് കിട്ടാൻ ചാൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എത്ര എണ്ണാണ് ഉള്ളത്? ഇവിടെ 4 ബൾബുകളാണ് ഉള്ളത്. അപ്പം 4 ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബുകളിൽ നിന്നും കോമ്പിനേഷനാ. അതെന്താ കോമ്പിനേഷൻ? കാരണം ഈ ഒരു സെറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ബൾബുകളും ഉണ്ട്, ചീത്ത ബൾബുകളും ഉണ്ട്. ചീത്ത ബൾബുകളെയാണോ നമ്മൾ ഈ റൗണ്ട് ഇട്ട് വെച്ചത്? നല്ല ബൾബുകളും ഉണ്ട്, ചീത്ത ബൾബുകളും ഉണ്ട്. സോ അത് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ ചീത്തയായിട്ടുള്ള ബൾബിൽ എത്ര ചീത്ത കിട്ടാനുള്ള ചാൻസ്? 3 ചീത്ത കിട്ടാനുള്ള ചാൻസ്. ഡിവൈഡഡ് ബൈ എത്രയാണ് മൊത്തമുള്ള ബൾബുകൾ? മൊത്തമുള്ള ബൾബുകൾ 10 എണ്ണാണുള്ളത്. കോമ്പിനേഷൻ ആണ്. അതിൽ എത്ര എണ്ണം കിട്ടാനുള്ള ചാൻസ്? 3 ബൾബ്. സോ നമ്മളിത് എഴുതുമ്പോൾ 4 into 3 into 2 by 1 into 2 into 3 divided by 10 into 9 into 8 by 1 into 2 into 3. സോ നമ്മൾ ചെയ്യുമ്പോൾ 4 into 3 into 2 divided by 1 into 2 into 3 ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്. 10 into 9 into 8 divided by 1 into 2 into 3. നമ്മൾ ഇതിനെ ഉൾട്ട എടുക്കുന്നു, ഓപ്പോസിറ്റ് എടുക്കുന്നു. സോ 4 into 3 into 2 by 1 into 2 into 3 into 1 into 2 into 3 by 10 into 9 into 8. സോ നമുക്ക് ഇത് മൊത്തം ക്യാൻസൽ ചെയ്യാം, ഇത് മൊത്തം ക്യാൻസൽ ചെയ്യാം. സോ ഇതും ഇതും നമ്മൾ വെട്ടിയ 4 കിട്ടി. ഇതും നമുക്ക് വെട്ടിക്കളയാം. ഇതും നമ്മൾ വെട്ടി. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. സോ ദ റൈറ്റ് ആൻസർ ഇസ് 1 by 30. ഓപ്ഷൻ ഡി വിൽ ബി യുവർ റൈറ്റ് ആൻസർ.
Am I clear? Clear for all? വ്യക്തമാണോ? എല്ലാവരും പറയണം. ക്ലിയർ ആയോ? കാമില മാം, ഷാഹിദ മാം, ക്ലിയർ ആയോ? Am I clear? കമില മാം ക്ലിയർ ആണോ? ഷാഹിദ മാം ക്ലിയർ? ക്ലിയർ, ക്ലിയർ ആണ്. ഓക്കെ, ഷാഹിദ മാമേ ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് തോന്നുന്നു റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് 2018 തന്നെ ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്, let me take it. If marginal propensity to import is 0.1 and marginal propensity to consume is 0.7. Marginal propensity to consume is 0.7. The value of income multiplier is. ഒന്ന് കണ്ടുപിടിച്ചേ ഫാസ്റ്റ്. പെട്ടെന്ന് കണ്ടുപിടിക്കുക. കിട്ടിയാ? എല്ലാരും പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്താ ആൻസർ വരിക? നമുക്ക് ഇൻകം മൾട്ടിപ്ലയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC പ്ലസ് MPM ആദ്യം ചെയ്യുക. So you will get 1 divided by 1 minus 0.7 plus 0.1. 1 by 1 minus ഇത് രണ്ടും കൂടെ കൂട്ടിയ 0.8. 1 by 0.2. നമുക്ക് ഇതിനെ ഡെസിമൽ കളയണം. 10 by 2 which is equal to 5. Now 5 divided by 2, 2.5 will be your right answer. So ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫോർമുല പഠിക്കുക എന്നുള്ളതാണ്. ഫോർമുല 1 by 1 minus MPC plus MPM കാണുക. 1 by 1 minus ഇവിടെ MPM തന്നിട്ടുണ്ട്, MPC യും തന്നിട്ടുണ്ട്. We just added it together. So 1 divided by 1 minus 0.8, 1 divided by 0.2. When you cancel this, you will get the answer 5. Divided by 2, then you will get the answer 2.5. Am I clear? Clear for all? Yes. Okay.